അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ PFI ഭീകരൻ സവാദ് വീണ്ടും NIA കസ്റ്റഡിയിൽ. സവാദിനെ ബുധനാഴ്ച വരെ NIA കസ്റ്റഡിയിൽ വിട്ടു. കൊച്ചി പ്രത്യേക NIA കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. ഡിജിറ്റൽ തെളിവുകളിൽ വീണ്ടും ചോദ്യം ചെയ്യും. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ PFI ഭീകരവാദി സവാദ് ജനുവരിയിൽ കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്നായിരുന്നു പിടിയിലായത്. ഉപയോഗിച്ച മൊബൈൽ ഫോൺ അടക്കമുള്ള ഡീറ്റെയിൽ ഉപകരണങ്ങൾ സവാദിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. അന്വേഷണ സംഘങ്ങളുടെ പിടിയിലാകാതിരിക്കാൻ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിന്റെ സൈബർ ഫോറൻസിക് പരിശോധനയിൽ സവാദ് വിളിച്ചിരുന്നവരുടെയും സവാദിനെ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്ന PFI നേതാക്കൾ അടക്കമുള്ളവരുടെയും വിവരങ്ങളുണ്ട്. ഇതോടൊപ്പം ചിലപ്പോഴെല്ലാം വ്യാജ പേരുകളിലുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളും സൈബർ ഫോറൻസിക് പരിശോധന കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 13 വർഷമായി ഒളിവിൽ തുറന്ന സവാദിനായി രാജ്യത്തും വിദേശത്തും അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു ഇയാൾ പിടിയിലായത്. സൈബർ തെളിവുകളിൽ NIA അന്വേഷണം പുരോഗമിക്കുമ്പോൾ PFI ഭീകരവാദിക്ക് ഒളിത്താവളം ഒരുക്കിയവരും സാമ്പത്തിക സഹായം നൽകിയവരുമെല്ലാം കുടുങ്ങും. 2010 ജൂലൈ 4-നായിരുന്നു ചോദ്യപേപ്പറിൽ പ്രവാചകനെന്ന് ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ വലത് കൈപ്പത്തി ഭീകരവാദികൾ വെട്ടിമാറ്റിയത്. മഴുകൊണ്ട് കൈപ്പത്തിയിൽ വെട്ടിയത് സവാദായിരുന്നു. ആദ്യഘട്ട വിചാരണ നേരിട്ടവരിൽ 13 പേരെയും രണ്ടാം ഘട്ട വിചാരണ നേരിട്ടവരിൽ 6 പേരെയുമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി കൊച്ചിയിലെ പ്രത്യേക NIA കോടതി ശിക്ഷിച്ചിരുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.